ഹലോ, നല്ല നമസ്കാരം. മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേഷൻ ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗം ദൃശ്യം 3. എന്റെ പ്രഭാകര, ഞങ്ങളോട് ഇങ്ങനെ വേണ്ടായിരുന്നു പ്രഭാകര. ഈ ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ പ്രഭാകരനാണ് എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. പ്രഭാകർജി, നിങ്ങൾ ഗോതയിൽ ഇറങ്ങിയാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കുന്ന ഒരു സാധനം. ഈ സിനിമയെക്കുറിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞാൽ പിടിച്ചിരുത്തുന്ന ക്ലാസ് സിനിമ എന്ന് പറയാം. ദൃശ്യം കഴിഞ്ഞ് ഏകദേശം 13 വർഷങ്ങൾക്ക് ശേഷമുള്ള ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതമാണ് ദൃശ്യം 3 സംസാരിക്കുന്നത്. വരുൺ പ്രഭാകരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ നാട്ടുകാർക്കും പോലീസിനും കോടതിക്കും ഒക്കെ അറിയാമെങ്കിൽ പോലും നിയമപരമായിട്ട് ജോർജ് കുട്ടിയെ കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഈ 13 വർഷക്കാലം ഒരു രഹസ്യവും പേറി നിയമത്തിന്റെ കണ്ണിൽ പെടാതിരിക്കുവാൻ വേണ്ടി ജോർജ് കുട്ടി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സംഘർഷങ്ങളാണ് കഥയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോർ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെയാണ് ജോർജ് കുട്ടി ജീവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജോർജ് കുട്ടിയുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി പുതിയൊരു തന്ത്രവുമായി പോലീസ് എത്തുന്നതും അതിനെ ജോർജ് കുട്ടി എങ്ങനെ നേരിടുന്നു എന്നതാണ് ചിത്രത്തിൻ്റെതായിട്ടുള്ള ഇതിവൃത്തമായിട്ട് ദൃശ്യം 3 വെളിവാക്കുന്നത്. കോടതിയും നിയമവും തോറ്റെടുത്ത് മീഡിയ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് ഈ കൊലപാതകം പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി. പക്ഷേ അവിടെ നഷ്ടമാവുകയാണ്. ക്ലാസിക്കൽ ക്രിമിനൽ ആയിട്ടുള്ള ജോർജ് കുട്ടിയായിട്ടുള്ള മോഹൻലാലിന്റെ പ്രകടനം കൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിന്റെ ആ ഒരു വിങ്ങലും അതേസമയം പിടിക്കപ്പെടാൻ പാടില്ല എന്നുള്ള വാശിയും എല്ലാം അദ്ദേഹം തന്റെ മുഖത്ത് വളരെ ലളിതമായി കൊണ്ടുവരുന്നു. ആദ്യ പാതിയിലെ അദ്ദേഹത്തിന്റെ ചില പ്രകടനങ്ങൾ, പ്രത്യേകിച്ച് ഈ വെള്ളമൊക്കെ തുപ്പുന്ന പോലുള്ള രംഗങ്ങൾ പ്രേക്ഷകരിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ജിത്തു ജോസഫ് ബ്രില്യൻസ്. മറ്റു സിനിമകളിൽ ചിലപ്പോൾ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ദൃശ്യം യൂണിവേഴ്സിലേക്ക് വരുമ്പോൾ ജിത്തു ജോസഫ് ഒരു വലിയ ഒരു പുലിയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. പുതിയ അനാവശ്യ കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് കഥയുടെ കാതൽ കളയാതെ ദൃശ്യം 1 എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ കഥയെ ലൂപ്പിലാക്കി കൊണ്ടുപോകാൻ സംവിധായകന് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ മീന, ലാലേട്ടനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന പ്രകടനം തന്നെയാണ് മീനയും കാഴ്ചവെച്ചിരിക്കുന്നത്. വീട് ഒരു റിനോവേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളിൽ നന്നായിട്ട് തന്നെ ദൃശ്യം 1ലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിൽ മീനയും അതിന്റെ പ്രകടനം കൊണ്ട്, അതോടൊപ്പം തന്നെ അൻസിബയും എസ്തറും വർഷങ്ങൾ കൊണ്ട് ഇവരുടെ കഥാപാത്രങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ കൃത്യമായി കാണിക്കുന്നു. പ്രത്യേകിച്ച് എസ്തറിന്റെ അനുമോൾ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ വന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ ദൃശ്യം 4ലേക്ക് വഴി തുറക്കുന്നതും അവിടെയാണ്. ഒരുപക്ഷെ സിദ്ദിഖും ആശ ശരത്തും വരുണിന്റെ മാതാപിതാക്കളായി ഇവർ വീണ്ടും വരുമ്പോൾ പഴയ ആ ഒരു ടോണല്ല ഉള്ളത്. മകനെ നഷ്ടപ്പെട്ട സിദ്ദിഖിന്റെ കഥാപാത്രം ഇപ്പോൾ ജോർജ് കുട്ടിയുടെ അതേ മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. മുരളി ഗോപിയുടെ പോലീസ് ഓഫീസർ കഥാപാത്രവും മികച്ച കൈയടി നേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ പ്രധാനമായിട്ടുള്ള ഒരു കീ മൂമെന്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇന്റർവെല്ലിലെ ബ്ലോക്കാണ്. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്ന് തന്നെ തിയേറ്ററുകളെ ഒരു ആവേശത്തിൽ ആഴ്ത്തുന്ന രീതിയിലുള്ള ഇതിന്റെ ഇന്റർവെല്ല് പഞ്ചാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ എൻട്രിയും മാസ് ഒരു തിയേറ്റർ അനുഭവം തന്നെ ഇതിൽ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അച്ഛന്റെ സ്നേഹം, ഒരു ഇമോഷണൽ ടച്ച്, സ്വന്തം കുടുംബത്തിന് വേണ്ടി മകൾക്കും വേണ്ടി ഒരു അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളുടെ അങ്ങേയറ്റം ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഒരു മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിലുപരി ഹൃദയസ്പർശിയായിട്ടുള്ള ഒരുപാട് ഫാമിലി ഡ്രാമ ഇതിൽ കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ അവസാനം കയ്യിന്ന് പോകുന്ന രീതിയിൽ പ്രതീക്ഷകൾക്ക് മുകളിലേക്ക് ക്ലൈമാക്സ് 1ഉം 2ഉം ഭാഗങ്ങളെ പോലെ വലിയ രീതിയിൽ കിളി പറത്തുന്ന ട്വിസ്റ്റുകൾ തുടക്കത്തിൽ മുതൽ ഇല്ലെങ്കിൽ പോലും ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്ക് മുകളിലാണ് ജിത്തു ജോസഫിന്റെ തിരക്കഥ എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലെ എനിക്ക് സാങ്കേതിക വശങ്ങൾ നോക്കുമ്പോൾ ഇതിന്റെ ക്യാമറ നോർമലായിട്ടാണ് തോന്നിയത്. 2-3 ഷോട്ടുകൾ മാത്രമാണ്, ഡ്രോൺ ഷോട്ട് പോലുള്ള ചില സാധനങ്ങൾ മാത്രമാണ് എനിക്ക് അല്പമെങ്കിലും ഇഷ്ടപ്പെട്ടത്. മറ്റതെല്ലാം നോർമലാണ്. ഡ്രോൺ ഷോട്ട് മാത്രമാണ് അല്പമെങ്കിലും ഒരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയത്. 2 ഷോട്ട് ഡ്രോൺ ഷോട്ട് എനിക്ക് നല്ല ഗംഭീരമായിട്ട് എനിക്ക് തോന്നി, നല്ല കിടിലൻ സാധനം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ലാസ്റ്റിൽ മാത്രമാണ് അല്പം പിടപ്പിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം നോർമൽ എന്നുള്ള പശ്ചാത്തല സംഗീതം അങ്ങനെയാണ് പോയത്. പിന്നെ ഇതിന്റെ വിമർശനങ്ങൾ നോക്കുമ്പോൾ ആദ്യ പകുതിയുടെ ആ ഒരു കഥാപാത്രത്തെ ഒരു 12-13 വർഷത്തെ ഒരു പശ്ചാത്തലം കാണിച്ചു പോകുന്നത് കൊണ്ട് കഥയിൽ തുടക്കത്തിൽ ഒരു സ്ലോ സ്റ്റാർട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ 2ാം പകുതിയുടെ തുടക്കത്തിൽ കൊണ്ടുവന്ന ഒരു ശക്തനായ വില്ലൻ കഥാപാത്രം ക്ലൈമാക്സിൽ എത്തുമ്പോൾ ജോർജ് കുട്ടിയുടെ ബുദ്ധിക്ക് മുന്നിൽ അയാൾ ഒന്നുമല്ലാത്ത രീതിയിൽ ഇതായിപ്പോയി, ഷൂ ആയിപ്പോയി എന്നുള്ളതാണ് എനിക്ക് ഒരു കുറവായിട്ട് തോന്നിയത്.
പിന്നെ എനിക്ക് തോന്നിയത് എന്ന് പറയുമ്പോൾ പിന്നെ സഹദേവനെ എന്തിനാണ് ഇങ്ങനെ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരാണ്. ഓക്കെ, സഹദേവൻ ഓക്കെ, സമ്മതിച്ചു. പക്ഷെ സഹദേവന്റെ കണ്ണൊക്കെ കണ്ണിച്ചോര ഇല്ലാത്തവനെ പോലുള്ള രീതിയിൽ അതിനെ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിൽ പലതും കണ്ടുപിടിക്കുന്നത് ജേർണലിസ്റ്റ് ആണ്. അതായത് പിന്നെ മലയാളം ന്യൂസ്, പിന്നെ 24/7 ഇതിന്റെ പിന്നെ മീഡിയ പേഴ്സണാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലും കണ്ടിട്ടുള്ള സാധനങ്ങൾ, അതായത് സ്കെൽട്ടൻ എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെ കിട്ടി എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഒന്നാമത്തെ സീനിലുള്ള ദൃസാക്ഷിയായിട്ടുള്ള വ്യക്തികളെയൊക്കെല്ലാം കണ്ടെത്തുന്നത് മീഡിയ പേഴ്സൺ ആണ് കണ്ടെത്തുന്നത്. പക്ഷെ മീഡിയ പേഴ്സണിന് അവസാനം ഒരു റോളുമില്ലാതെ മീഡിയ പേഴ്സൺ അതിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ വലിയ പ്രാധാന്യം നൽകാതെ പോയി എന്നുള്ളതും ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ മരുമകൻ ക്യാരക്ടറിനെ ഒരു നെഗറ്റീവായിട്ട് നടത്തി പിന്നെ ഇത് ചെയ്തത് അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. അതോടൊപ്പം തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്റെ പ്രഭാകര, നിങ്ങൾ ചെയ്ത ഒരു വലിയ ബുദ്ധിമോശം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരെ, ബ്രോക്കർമാരെയും മറ്റു കാര്യങ്ങളെയും ചെറുക്കനെ എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് ആ പയ്യനെ വില്ലനാക്കി കാണിച്ചതും അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിലും ആ കഥാപാത്രത്തെ ഒരു പോസിറ്റീവായിട്ട് മാറ്റേണ്ടതായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ജിത്തു ജോസഫിനോട് പറയാനുള്ളതാണ് ഈ കാര്യം. ആ ഒരു ക്യാരക്ടറിനെ, മരുമകൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഒരു പോസിറ്റീവാക്കി മാറ്റേണ്ടതായിരുന്നു. അത് ഒരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പ്രഭാകരന്റെ പല കാര്യങ്ങളിലും വരുമ്പോൾ എനിക്കവളെയാണ് വേണ്ടത് എന്ന ഒരു പ്രഭാകരന്റെ ഭാര്യ പറയുന്ന അതിന് ഒരു പഞ്ചില്ലാതെ പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അടുത്തത് ഇതിന്റെ 4th പാർട്ട് വരണമെങ്കിൽ അതിനൊരു പഞ്ച് പിന്നെ കിട്ടിയിരുന്നുവെങ്കിൽ സ്വല്പം കൂടി ഇത് ഹൈയിൽ പോകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ആശാശരത്തിന്റെ ക്യാരക്ടർ അവസാനം പറയുന്ന ഡയലോഗ്, ജിത്തു ജോസഫ് എന്ന് പറയുന്ന തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നല്ല ഞാൻ പറയുന്നത്, തിരക്കഥാകൃത്ത്, ബ്രില്യൻ മാൻ. നിങ്ങൾക്ക് ഇനിയും ഇതിന്റെ പാർട്ടുകൾ ഇനി 4 ഇനിയും, പക്ഷേ ഇനി 5 വർഷം കഴിഞ്ഞിട്ടാണോ ഇനി ഇതിന്റെ 4ാമത്തെ പാർട്ട് എടുക്കാൻ പോകുന്നത് എന്നൊരു ഇത് എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഡോക്യുമെന്റ്സ് അനുസരിച്ചിട്ടായിരിക്കാം ഇനി ഉണ്ടാകുന്ന മറ്റു കാര്യങ്ങൾ. അപ്പോൾ ആ ഡോക്യുമെന്റ് എന്തായിരുന്നു എന്ന് കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് പോലും ഒരു പാട്ട് പ്ലേസ് ചെയ്തില്ല എന്നുള്ളതും എനിക്ക് ഒരു കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ കല്യാണ സീനിൽ പിന്നെ പാട്ട് കയറ്റാമായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കുറെ സീനുകൾ പിന്നെ മ്യൂസിക് മാത്രം ഇട്ടുകൊണ്ട് അത് റീപ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട്. അവിടെയൊക്കെ 2 പാട്ടെങ്കിലും പ്ലേസ് ചെയ്യാനുള്ള ഏരിയ ഉണ്ടായിട്ട് പോലും അവിടെ പാട്ടുകൾ പിന്നെ ചെയ്തിട്ടില്ല. കാരണം അവിടെ കൂടുതൽ ഡ്രാമ കയറ്റി പാട്ടിനെ കുറച്ചുകൂടി ഇതാക്കാമായിരുന്നു എന്നുള്ള ഒരു ഇതുകൂടി എനിക്ക് തോന്നി. അതുകൂടി ചെയ്യേണ്ടതായിരുന്നു. പിന്നെ ഇതിന്റെ നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ, ചില സീനുകളിൽ ഒട്ടും തന്നെ ലൈറ്റ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പല സീനുകളിലും ഐജിയും പ്രഭാകരനും കൂടി ഇരിക്കുന്ന സീനിൽ ലൈറ്റ് ഇല്ല. പിന്നെ ഇവര് ഫാമിലി ആയിട്ട് വരാന്തയിൽ ഇരിക്കുമ്പോൾ അവിടെ ലൈറ്റ് ഇല്ല. എന്തായിരുന്നാലും സിനിമ വേറെ ലെവലാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു പക്ഷേ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കേണ്ട ഒരു സിനിമയായിരിക്കും ദൃശ്യം 3 എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, താങ്ക് യു.